Hello friends, welcome to Sound Audios friends. In നമ്മൾ പുതിയൊരു സിസ്റ്റം ആയിട്ടാണ് വന്നേക്കുന്നത് ഒരു 5.1 പാക്കേജ്. അപ്പോൾ ഇത് നമുക്ക് ഓർഡർ വന്നേക്കുന്നത് സംഗമേശ്വരനാണ് മോൻതുരുത്തിന്ന്. അപ്പോൾ അതിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാം രണ്ട് ഫ്ലോർ സ്റ്റാൻഡിംഗ് ഉണ്ട്, ഒരു സെൻട്രൽ സ്പീക്കർ ഉണ്ട്, രണ്ട് ആംഗിൾ സ്പീക്കേഴ്സ് സറൗണ്ടിന്, പിന്നെ സബ് വൂഫർ സ്പീക്കേഴ്സ് ഉണ്ട്. സബ് വൂഫർ വന്നിരിക്കുന്നത് പൈനിയറിന്റെ ചാമ്പ്യൻ സീരീസ് 1 to D4 ആണ്. പിന്നെ ബാക്കി ആക്സസറി സ്പീക്കേഴ്സ് എല്ലാം വന്നിരിക്കുന്നത് ഡൂഗി സൗണ്ട്സിലാണ്. അതൊക്കെ ഞാൻ ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു സുഹൃത്തുക്കൾ കമന്റ് ചെയ്യുന്നുണ്ട് 5.1 കിട്ടുമോ 5.1 കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സംശയമാണ്. 5.1 ഡോൾബി പക്ക കിട്ടും, ഡോൾബി അറ്റ്മോസ് കിട്ടത്തില്ല. ഡോൾബി അറ്റ്മോസ് നമ്മൾ ഒരു സിസ്റ്റത്തിലും കിട്ടത്തില്ല. അങ്ങനെ കിട്ടുമെന്ന് ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡോൾബി കിട്ടുമോ അറ്റ്മോസ് കിട്ടുമോ എന്നൊക്കെ പലരും വിളിച്ച് ചോദിക്കാറുണ്ട്. പലരും നമ്മൾ അങ്ങനെ പറയാനുള്ള രീതിയിൽ കമന്റും ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ എടുത്ത് പറയുന്നത്. കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ് ഇത്. ഈ ഓഡിയോ ക്രൈസ് ഉള്ളവർക്ക് അറ്റ്മോസ് ഒരു പേറ്റന്റഡ് വേർഷൻ ആണ്, അത് ബ്രാൻഡഡ് AVRലേക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഡോൾബി ഡിജിറ്റൽ നമുക്ക് അവൈലബിൾ ആണ്. 5.1 5.2 വരെ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്ന പാക്കേജ്. ഞാൻ എന്നോട് വിളിക്കുന്ന എല്ലാവരും ജെനുവിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് 5.1 അല്ലെങ്കിൽ 5.2 എനിക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ. 7.1 7.2 ഒന്നും എനിക്ക് ചെയ്തു തരാൻ പറ്റില്ല, അല്ലെങ്കിൽ 7.2.4 ഒന്നും നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല എന്ന് പറയുന്ന കാര്യമാണ്. അപ്പൊ ഇതിന് മുമ്പുള്ള പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പലരും ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യത്തിലേക്ക് പോകാം. അപ്പൊ നമുക്കിത് ജസ്റ്റ് ഇതിന്റെ ഡ്രൈവേഴ്സ് കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. സറൗണ്ട് സ്പീക്കേഴ്സ് വരുന്നത് ഡൂഗി സൗണ്ട്സിന്റെ 6 ഇഞ്ച് ഡ്രൈവറും ഒരു സിൽക്ക് ഡോം ട്യൂട്ടറും ആണ് വരുന്നത് സറൗണ്ട് ഡ്രൈവേഴ്സിൽ വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ഫ്ലോർ സ്റ്റാൻഡിംഗിൽ വരുന്നത് ഡൂഗി സൗണ്ട്സിന്റെ 8 ഇഞ്ച് 3-way ഫ്ലോർ സ്റ്റാൻഡിംഗ് ആണ് വരുന്നത്. ലെഫ്റ്റ് റൈറ്റിന് വേണ്ടിയിട്ട് 8 ഇഞ്ച് 3-way ഫ്ലോർ സ്റ്റാൻഡിംഗ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സബ് വൂഫറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പൈനിയറിന്റെ D4 സബ് വൂഫർ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പൈനിയർ D4 ഇങ്ങനെയാണ് ഇതിന്റെ സ്പീക്കർ സ്പെക്ക് വരുന്നത്. ഇനിയിപ്പോ സെൻട്രൽ സ്പീക്കറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ സ്പീക്കർ ഡൂഗിയുടെ 6 ഇഞ്ചിന്റെ 2 ഡ്രൈവ് ആണ് വരുന്നത്. 6 ഇഞ്ച് 2 ഡ്രൈവ് ആണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ട ആ ബോക്സിൽ ഇവിടെ ആയിട്ടാണ് ഒരു പോർട്ട് വന്നിരിക്കുന്നത്. പക്ഷെ ഇതിലെ പോർട്ട് നമ്മൾ ഇച്ചിരി കൂടെ ലാർജ് സ്കെയിലാക്കി 2 ഇഞ്ചസ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേ ഇച്ചിരി ബേസ് റെസ്പോൺസ് വരുമ്പോഴത്തേക്കും ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അത് കറക്റ്റ് കാൽക്കുലേറ്റഡ് അല്ലായിരുന്നു. പക്ഷെ ഇതായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബേസ് റെസ്പോൺസ് കൂടുതൽ കൊടുത്തിട്ടാണ് ഈ ബോക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബോക്സിന് ബാക്കിലേക്കാണ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. സൈസ് വളരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡിലേക്ക് നമ്മൾ പോർട്ട് കൊടുത്തേക്കാണ്. അടുത്ത വരുന്നത് വെച്ചാൽ ആംപ്ലിഫയർ ആണ്. ആംപ്ലിഫയർ പതിപോലെ നമ്മൾ കാണുന്ന ഡിജിറ്റൽ ആംപ്ലിഫയർ ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ക്ലോസ് ഇതിന് മുമ്പ് ഞാനൊരു ജസ്റ്റ് ഒരു 5.1 വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി റൺ ചെയ്യാൻ പോകുന്നത്. 5.1 ടെസ്റ്റിംഗ് വീഡിയോ. അപ്പൊ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 5.1 ആക്ച്വൽ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും PCM എന്ന് കിടക്കുവാണെങ്കിൽ അത് പ്രോലോജിക് മൂഡാണ്, അതായത് സ്റ്റീരിയോ കൺവേർട്ട് ചെയ്ത് വരുന്നതാണ് PCM. അത് AC3ലേക്ക് പറഞ്ഞ് കൺവേർട്ട് ആവും. 5.1 കിട്ടുമ്പോൾ AC3ലേക്ക് കൺവേർട്ട് ആവും. അപ്പൊ നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. ഇപ്പൊ PCM-ലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് അത് ക്ലോസ് ആയിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതിൻ്റെ ക്ലോസ് ആയിട്ട് ഡിസ്പ്ലേയിൽ നോക്കാം. ഈ ഡിസ്പ്ലേയിൽ നമ്മൾ PCM 5.1 ചാനൽ HDMI 1 എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം സെറ്റ് ചെയ്തിട്ടേക്കാണ്. ഇനി ഞാനിപ്പോൾ ജസ്റ്റ് ഇന്ന് MI ബോക്സിലാണ്. അത് ജസ്റ്റ് എൻ്റെ കേബിളിന് എറർ ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ മാറിപ്പോണത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. 5.1 ടെസ്റ്റാണ് വരുന്നത്. ഇതിപ്പോൾ പരസ്യമാണ്, അത് PCM തന്നെയാണ് നടക്കുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. AC3ലേക്ക് പോയുണ്ടോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. AC3 ആണ് ഇപ്പം 5.1 ആണ്. Test your 5.1 channel home cinema. Center speaker. സെൻട്രിൽ നിന്ന് മാത്രം. റിയർ ലെഫ്റ്റ്. Right channel. Left channel. Comment, like and subscribe to channel for more videos. Center speaker.
left. Rear right. Subwoofer. Left channel. Right channel. അപ്പോൾ ഫ്രണ്ട്സ്, കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പതുപോലെ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാണ്. ആംപ്ലിഫയർ ഫ്രണ്ടിൽ വരുന്ന എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേബലിൽ വരുന്നത് മാറ്റ് ഗ്ലോസി ഫിനിഷിലാണ് വരുന്നത്. 6 ഇഞ്ച് ഹൈറ്റിലുള്ള ക്യാമിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാസ്, മിഡ്, ട്രബിൾ എന്ന് പറഞ്ഞ 3 കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. സബിൻ്റെ വോളിയം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എൻകോഡർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, സബ് വോളിയം വരുന്നുണ്ട്, മാസ്, മിഡ്, ട്രബിൾ, എൻകോഡർ, പവർ ബട്ടൺ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. USB-യും കൂടെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റേർണൽ വ്യൂവിലേക്ക് പോകാം. ഇതാണ് ഇതിൻ്റെ ഇൻറ്റേർണൽ വ്യൂ വരുന്നത്. അത്യാവശ്യം നമ്മൾ ചെയ്യണ പോലെ തന്നെ നീറ്റാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മുടെ സ്വന്തം സാധനങ്ങൾ കഴിവതും എല്ലാം ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചേക്കണത്. ഇതിനകത്ത് ഇപ്പോൾ ഓരോ സെക്ഷനായിട്ട് പറയുവാണെങ്കിൽ പവർ സപ്ലൈ സ്റ്റേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടൈപ്പ് 16 4 ഇഞ്ചിൻ്റെ ഒരു ട്രാൻസ്ഫോമർ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 10 ആമ്പിയർ സബ് വൂഫറിന് വേണ്ടിയിട്ടും 8 ആമ്പിയർ ചാനലിന് വേണ്ടിയിട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. 40-040 സബ് വൂഫറിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ 27-027 ചെയ്തിരിക്കുന്നത്. സബ് വൂഫറിന് വേണ്ടിയിട്ട് 15000 MFD കൊടുത്തിട്ടുണ്ട്. ചാനലിന് വേണ്ടിയിട്ട് 10000 MFD കൊടുത്തിട്ടുണ്ട്. സെമികോണിൻ്റെ നമ്മൾ സാധാരണ ഉപയോഗിക്കാനുള്ള റെക്ടിഫയർ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പവർ സപ്ലൈ സ്റ്റേജ് നമ്മൾ ചെയ്തെടുക്കുന്നതാണ്. അടുത്ത ടോൺ കൺട്രോളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ടോൺ കൺട്രോളാണ് ഫ്രണ്ട്സ്. ഇതൊന്ന് പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ടോൺ കൺട്രോൾ. ഇത് നമ്മൾ കുറേ നാളായി ടോൺ കൺട്രോൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത്. ടോൺ കൺട്രോൾ ചെയ്തു. നമ്മുടെ ടോൺ കൺട്രോളായിട്ട് സെയിലില്ല, സെറ്റിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. സൗണ്ട് എന്നും പറഞ്ഞ് പെൻഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഓരോ അതായത് HF ഒരെണ്ണം, മിഡ് ഫ്രീക്വൻസിക്ക് ഒരെണ്ണം, ലോ ഫ്രീക്വൻസിക്ക് ഒരെണ്ണം, അതുപോലെ തന്നെ ടോട്ടൽ ബഫറായിട്ട് ഒരെണ്ണം, അങ്ങനെയാണ് വരുന്നത്. 3 ഇൻഡിപെൻഡൻറ്റ് IC കളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എല്ലാം 4558 എന്ന് പറയുന്ന IC ആണ് നമ്മളിന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ടോൺ കൺട്രോളിൻ്റെ വിശേഷങ്ങളുള്ളത്. 3-way ടോൺ കൺട്രോൾ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, കാരണം ഇത്ര IC-യോളം വരുമ്പോൾ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. പിന്നെ അടുത്ത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് ഊഫർ സ്റ്റേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മഹാരാജയുടെ തണ്ടർ മോണോ സീരീസിലെ സബ് ഊഫർ ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. 1500 വാട്ട്സ് എന്ന് പറയുന്ന 8 ട്രാൻസിസ്റ്റർ വരുന്ന സബ് ഊഫർ ബോർഡ്, അതാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൗണ്ട് വേവ്സ് ഓഡിയോസിൻ്റെ സ്വന്തം 5 ചാനൽ ബോർഡ് NJW സീരീസ് ട്രാൻസിസ്റ്റർ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഹെവി ഹീറ്റ് സിങ്ക് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ചാനലിൽ നമുക്കൊരു 100 വാട്ട്സ് മാക്സിമം കിട്ടും. നമുക്കൊരു 70-80 വാട്ട്സ് RMS നമുക്ക് ഔട്ട്പുട്ട് ഇതിൽ നിന്ന് കിട്ടും. ഇങ്ങനെയാണ് ഇതിൻ്റെ ആക്ച്വൽ പവർ വരുന്നത്. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സബ് ഊഫർ ഫിൽറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതും നമ്മുടെ തന്നെ സബ് ഊഫർ ഫിൽറ്ററാണ്. സൗണ്ട് വീഡിയോസിൻ്റെ സ്വന്തം സബ് ഊഫർ ഫിൽറ്ററാണ്. അതാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് എല്ലാം 3 to 4 IC വെച്ചിട്ടാണ് ആ സബ് ഊഫർ ഫിൽറ്റർ നമ്മൾ റെഡി ആക്കിയിരിക്കുന്നത്. സാറിന് 84 ആണ് സാറിന് ചെയ്യാറ്, ഇതിൽ 3 to 4 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം 84 നല്ല IC കിട്ടാണ്ടായില്ല, അതുകൊണ്ട് 3 to 4 നല്ല IC കിട്ടാണ്ടായി, അതുകൊണ്ടാണ് അത് യൂസ് ചെയ്തേക്കണതിൻ്റെ കാര്യം. പിന്നെ സബ് ഊഫർ സ്പീക്കർ പ്രൊട്ടക്ഷൻ സ്റ്റേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ അടിയിലിരിക്കുന്നത് അത് നമ്മുടെ തന്നെ സ്വന്തം സ്പീക്കർ പ്രൊട്ടക്ഷനാണ്. 5.1 സ്പീക്കർ പ്രൊട്ടക്ഷനാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിജിറ്റൽ കിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ G-Tech ഓഡിയോസിൻ്റെ HDMI കിറ്റാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കിറ്റ് 2K വരെയാണ് റെസൊല്യൂഷൻ അവർ പറയുന്നത്. പലരും പറയുന്നുണ്ട് 4K എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ 2K വരെയൊക്കെയാണ് വീഡിയോ റെസൊല്യൂഷൻ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഹൈ റെസൊല്യൂഷൻ വീഡിയോസ് ഇതിലേക്കൂടെ അത്രയ്ക്ക് ഒരു ഇതായിട്ട് കിട്ടുന്നില്ല. നോർമൽ ഒരു 5.1 വീഡിയോസൊക്കെ ഓക്കെ ആയിട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പാട്ട് കേൾക്കാൻ വേണ്ടിയുള്ള ഒരു ബോർഡേ അല്ല, ഇതൊരു പടം കാണാൻ വേണ്ടി. ഇത് വെച്ചിട്ട് ആരും പാട്ട് കേൾക്കാനായിട്ട് ആരും തിരഞ്ഞെടുക്കരുത്. കാരണം ഇതിൽ പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു രസം തോന്നില്ല, ഒരു സുഖവും തോന്നില്ല. ചുമ്മാ എന്തോ ഒരു പാട്ട് പാടുന്നു എന്നല്ലത്. പടം കാണുമ്പോൾ പക്കയാണ്. പാട്ട് കേൾക്കാനായിട്ട് ഇതിൽ നല്ലത് നോർമൽ കിറ്റാണ് ഇച്ചിരി കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, എല്ലാവർക്കും അത് ദഹിക്കണമെന്നില്ല. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബാക്ക് സൈഡ് ഫുള്ള് ബനാന സോക്കറ്റ്സിലാണ് നമ്മൾ ചെയ്തേക്കണേ. ഫുള്ള് ബനാന സോക്കറ്റ്സാണ്, അക്രലിക് പാനലാണ് ബാക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഫാൻ കൊടുത്തേക്കണത് കൂളിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. എക്സോസ് ഫാൻ ഇതിനകത്ത് കൊടുത്തിട്ടില്ല, എക്സോസ് ഫാൻ ആഡ് ഓൺ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഓവറോളായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ വയറിംഗ് എല്ലാം അത്യാവശ്യം നീറ്റായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഈ ആംപ്ലിഫയറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് ഈ ആംപ്ലിഫയറിന്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതേപോലുള്ള സൗണ്ട് സിസ്റ്റങ്ങൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇതിനൊക്കെ അത്യാവശ്യം പ്രൈസിങ് വരുന്നതാണ്. പിന്നെ ഇതിന്റെ 1-2 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഞാൻ ബോക്സ് ചെയ്യുന്നത് 18mm MDF എക്സ്റ്റീരിയർ ഗ്രേഡ് ഉപയോഗിച്ചാണ്. അപ്പോൾ ബോക്സിന് നോർമലി വരുന്ന റെഡിമെയ്ഡ് ബോക്സിലേക്കാൾ ഇച്ചിരി കോസ്റ്റ് കൂടും. പിന്നെ അടുത്ത വരുന്നതാണെങ്കിൽ ഡൂഗി സൗണ്ട്സിന്റെ ഡ്രൈവേഴ്സ് ആയതുകൊണ്ട് ഈ ഡൂഗി സൗണ്ട്സിന്റെ ഡ്രൈവേഴ്സ് അത്യാവശ്യം റേറ്റ് ഉള്ള ഡ്രൈവേഴ്സ് ആണ്. നോർമൽ ഡ്രൈവേഴ്സിനേക്കാൾ ഇത്രയും കൂടെ വില കൂടുതലാണ്. ഒരുപാട് വില കൂടുതലല്ല, ഇത്രയും കൂടെ വില കൂടുതലാണ്. പിന്നെ അതെല്ലാം എല്ലാത്തിലും ഇപ്പോൾ ഈ 2-way ബോക്സസ് ആയാലും ശരി, 3-way ബോക്സസ് ആയാലും ശരി, സെൻട്രൽ ബോക്സസ് ആയാലും ശരി, എക്കത്തിൽ ക്രോസ് ഓവർ ഒക്കെ ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എക്കൽ ഇന്റർണൽ വോളിയം സെറ്റ് ചെയ്തിട്ടാണ് ബോക്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ടവറിന്റെ പൊക്കം നോക്കി കഴിഞ്ഞാൽ 34 ഇഞ്ചസ് ആണ്. 3 അടിക്ക് 2 ഇഞ്ച് കുറവുണ്ട്. 34 ഇഞ്ചസിലാണ് ടവർ ചെയ്തിരിക്കുന്നത്. അടുത്ത വരുന്നത് ഇതിന്റെ പൊക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 ഇഞ്ചാണ്. 13 ഇഞ്ച് ഹൈറ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ വിട്ട് എന്ന് പറയുമ്പോൾ 9 ഇഞ്ച് വിട്ടും, ഇതിന്റെ വിട്ട് എന്ന് പറയുന്നത് 11 ഇഞ്ച് വിട്ടും. പിന്നെ സബൂഫറിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഇഞ്ചസിലാണ് സബൂഫറിന്റെ ഹൈറ്റ് വരുന്നത്. 32 ഹെർട്സിലാണ് അതിന്റെ പോർട്ട് ട്യൂൺ ചെയ്തിരിക്കുന്നത്. 31.7 ഹെർട്സ്, അതായത് 32 ഹെർട്സിലാണ് അത് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഏകദേശം 11 ഇഞ്ച് പൊക്കം, 15 ഇഞ്ചിന്റെ അടുത്ത് വീതിയോളം സബൂഫറിന് വരുന്നുണ്ട്. ഇത് ഏകദേശം 9 ഇഞ്ച് വീതി വരുന്നുണ്ട്, 20 ഇഞ്ച് നീളം വരുന്നുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ സൈസ് വരുന്നത്. പിന്നെ ആംപ്ലിഫയറിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 6 ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡെപ്ത് ബാക്കിലേക്ക് 15 ഇഞ്ചും വിട്ട് വന്നിട്ട് 18 ഇഞ്ചും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഓവറോൾ ആംപ്ലിഫയറിന്റെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ 5.1ന്റെ സംശയങ്ങളൊക്കെ എല്ലാവർക്കും ഏകദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള സിസ്റ്റങ്ങൾ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക, സമയം തരണം. ഇതെല്ലാം A to Z നമ്മൾ തന്നെയാണ് ചെയ്യണത്, വേറെ ആരെയും കൂട്ടിയിട്ടല്ല, എല്ലാ വീട്ടിലും പറയുന്ന പോലെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിത് ഓണത്തിന് മുമ്പുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ഓണം വിഷയമാണ്. അടുത്ത ഇതുപോലെ തന്നെ ഒരു പാക്കേജ് 5.2 പാക്കേജ് വരുന്നുണ്ട്. അത് നമ്മുടെ അനീഷ് ബ്രോയുടെ ട്രിവാൻഡ്രത്തേക്കുള്ള അനീഷ് ബ്രോയുടെ 5.2 പാക്കേജ് വരുന്നുണ്ട്.
അപ്പോൾ അത് നമുക്ക് അടുത്ത് തന്നെ കാണാം. അതിൻ്റെ ഏകദേശം ഓൾമോസ്റ്റ് വർക്ക് ഡൺ ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ 2.1 കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരുടെയും ഉണ്ട്, എല്ലാവരെയും മറന്നിട്ടൊന്നുമില്ല, എല്ലാവരുടെയും ഉണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും അടിപൊളി ഒരു ഓണം ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം നേർന്നുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിർത്തുകയാണ്.